നാടിന്റെ പരമ്പരാഗത ആഘോഷമായ പിണ്ടിപ്പെരുന്നാളിന്റെ നിറവിൽ കുന്നംകുളം ജനത. കുന്നംകുളം നടുപ്പന്തിയും അങ്ങാടികളും ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന ആഘോഷം വർണ്ണാഭമായി. കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പിണ്ടി ഫെസ്റ്റിനോടനുബന്ധിച്ച് വലിയങ്ങാടിയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. കക്കാട് കാരണവപ്പാട് മണക്കുളം ദിവാകര രാജ, വടുതല സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് കമാലി സുബൈർ അൻവരി, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, തെക്കേ അങ്ങാടി പള്ളി വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, നഗരസഭാ കൗൺസിലർമാരായ മിനി മോൺസി, ജിഷ ബേബി, എസ് ശ്രീജിത്ത്, ലബീബ് ഹസൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, പിണ്ടി ഫെസ്റ്റ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KK ബിനു, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. പിണ്ടി ഫെസ്റ്റിന് തുടക്കം കുറിച്ച് വിശിഷ്ടാതിഥികൾ ചേർന്ന് പിണ്ടികളിൽ തിരിതെളിയിച്ചു. കുന്നംകുളം നഗരസഭ മാനവ ഐക്യത്തിനായി നിലകൊള്ളുന്നുവെന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പിണ്ടി ഫെസ്റ്റിന്റെ സംഘാടനം. മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്നവരാകണം ഭരണാധികാരികൾ. നാടിന്റെ ആഘോഷങ്ങൾ മതാടിസ്ഥാനത്തിലല്ല സംഘടിപ്പിക്കേണ്ടത്. ജനങ്ങളുടെ ഐക്യത്തിനും ഒരുമയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് നാടിന്റെ പുരോഗതിക്ക് ആധാരമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഞാൻ ഇതിനെ കാണുന്നത് ഒരു നാടിൻ്റെ തനതായൊരു ഉത്സവം. അത് ആ നാടിൻ്റെ നഗരസഭ ഏറ്റെടുത്ത് എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു നിർത്തുന്നു. അത് നൽകുന്ന അതിൽ തന്നെ അതിൻ്റെ സന്ദേശം പൂർണ്ണമാണ്, വ്യക്തമാണ്. വേണമെങ്കിൽ പറയാം ഇത് ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ്, അത് ഞങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിഭാഗീയതയില്ലാതെ, അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്, നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും ഇതൊരു കുന്നംകുളം പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവിറ്റിയുടെ നാടാണ്. നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങൾ ഒന്നിച്ച് ഭംഗിയായിട്ട് മാനവ സൗഹൃദത്തിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. പിണ്ടി പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കുറുമ്പത്തുരുത്ത് നവകേരള ചവിട്ടുനാടക കലാസമിതി ട്രൂപ്പിന്റെ ചവിട്ടുനാടകം അരങ്ങേറും. നഗരത്തിന്റെ പരമ്പരാഗത ആഘോഷമായ പിണ്ടി പെരുന്നാൾ നടത്തിപ്പിനായി നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിക്കുകയും നഗരസഭാ പരിധിയിലെ പ്രധാന 5 സ്ഥലങ്ങളിൽ കവാടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു.